Hello, welcome to my channel. So last class we have started a new lesson, that is redox reaction. In the first session we have just gone through what is meant by oxidation, what is meant by reduction and the electronic concept. All these things we have discussed in the last class. So last class I think we stopped where how we determine the oxidation number of an element. Or element oxidation number എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളവരെത്തായിരുന്നു നമ്മൾ നിർത്തിയത്. അതിലെ ഒന്ന് രണ്ട് മൂന്ന് പ്രോബ്ലംസും നമ്മൾ ചെയ്തു. സോ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ അയേണിൻ്റെ ഈ രണ്ടെണ്ണത്തിലും വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയേൺ ആൻഡ് വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കോപ്പർ ഇൻ കോപ്പർ ഓക്സൈഡ് നോക്കാം. നമുക്കറിയാം ഇറ്റ് ഈസ് FeO ആണ് അല്ലേ. Oxygen, the oxidation number is -2 and we have learned the rule that the algebraic sum of oxidation number of all the elements in a compound should be equal to 0. അപ്പോൾ ഇത് -2 ആണെങ്കിൽ ഇത് ഏതായാൽ മാത്രമേ ഇത് 0 ആവുള്ളൂ. This will be +2. So the oxidation state of iron in iron oxide is +2. ഇനി Fe2O3 എടുക്കുക. ഇതിലും അയേൺ ആണ്. ദിസ് ഇസ് ട്രിപ്പിൾ ഓക്സൈഡ് അല്ലേ. 3 ഓക്സിജൻ ഉള്ള അയേണിൻ്റെ ഒരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയേൺ നോക്കാം. Fe2O3 ഓക്സിജൻ ഇസ് -2. അപ്പം നമുക്ക് ഇതെന്തായിരിക്കണം? ഓൾജിബ്രിക് സം ഷുഡ് ബി ഈക്വൽ ടു 2 × x അയേണിൻ്റെ നമുക്ക് അറിയില്ല +3 × -2 is equal to 0 or 2x 3 × -2 is equal to -6 is equal to 0 or 2x is equal to 6 or x is equal to 6/2 that is equal to 3. അപ്പോൾ ഇവിടെ എന്താ 3. അപ്പോൾ നോക്കൂ, അയേൺ ഇസ് ഹാവിങ് 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസിഷൻ എലിമെൻറ്റ്സും അങ്ങനെ കുറേ പി ബ്ലോക്കിൽ തന്നെ സം എലിമെൻറ്റ്സ് ഓൾസോ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ അയേൺ FeOയിൽ +2ഉം Fe2O3 ഇറ്റ് ഇസ് ഷോയിങ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ്. സോ ഇറ്റ് ഇസ് ഷോയിങ് 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്. അപ്പോൾ ഒരിക്കലും ചില എലിമെൻറ്റ്സിൽ നിങ്ങളുടെ ഗസ് വർക്കിൽ നേരത്തെ അയൺ ഞാൻ പഠിച്ചത് Fe2+, അതുകൊണ്ട് ഇത് അങ്ങനെ ഗസ് വർക്ക് ചെയ്ത് യു ഹാവ് ടു ഡു ദിസ് വേ ഇറ്റ് സെൽഫ്. എപ്പോഴും ശ്രദ്ധിക്കണം, പല എലിമെൻറ്റ്സും 2 or 3 or 4 വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കാണിക്കുന്ന എലിമെൻറ്റ്സ് ഉണ്ട്. ഇനി കോപ്പർ ഓക്സൈഡ് സിമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ CuO ആണ്. ഇത് -2, ഇത് +2. Okay, so last class we just completed how to determine the oxidation number of element. അപ്പോൾ ഇത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളെ മനസ്സിലുണ്ടാവും, പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അതായത് നമ്മൾ അതിൻ്റെ അതാണ് ചാർജസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി ഇതിന് സ്പെഷ്യലായിട്ട് ഒരു നൊട്ടേഷൻ ഉണ്ടോ? അതായത് ഈ ഓക്സിഡേഷൻ നമ്പർ സ്പെഷ്യൽ ആൽഫ്രഡ് സ്ട്രോക്ക് പ്രപ്പോസ്ഡ് ഹൗ ടു നൊട്ടേറ്റ്. എങ്ങനെ നമ്മൾ എന്തിനെ നൊട്ടേറ്റ് ചെയ്യും? ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എൻ എലിമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. അതായത് ഈ കോപ്പറിൻ്റെ ഒരു എലിമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചത് ആൽഫ്രഡ് സ്ട്രോക്കാണ്. ഹി ടോൾഡ് ദാറ്റ് ജസ്റ്റ് റെപ്രസെൻറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഇൻ എ ബ്രാക്കറ്റ്. ഒരു ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ എവിടെ ഈ കോമ്പൗണ്ട് എഴുതുമ്പം ഈ എലിമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു ബ്രാക്കറ്റിൻ്റെ ആക്കിയിട്ട് എഴുതാം. ഇപ്പം നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതാ അയേണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ ഒരു എലിമെൻറ്റിൽ ഐ ക്യാൻ റൈറ്റ് Fe2 റോമൻ ന്യൂമറിലായിരിക്കണം. അല്ല നിങ്ങളിവിടെ 2 എന്നൊന്നും എഴുതി വെക്കരുത്. എന്തെഴുതണം? റോമൻ നമ്പറിൽ Fe2O എന്ന് എഴുതുക. ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയേൺ ഇസ് 2 ഇൻ FeO. ഇനി Fe2O3യിലാണെങ്കിൽ Fe2O3. So it is understood that the oxidation state of iron Fe2O3 Fe is 3 and CuO you can write it is കുറേ പെന്നുകളുടെ ഇങ്ക് തീർന്നിരിക്കുന്നുണ്ട്. Cu2O. മനസ്സിലായോ? അപ്പോൾ ഇനി ഈ കോമ്പൗണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ റോമൻ ലെറ്റർ എഴുതി അതെന്താണ് എന്നുള്ള കൺഫ്യൂഷൻ വരരുത്. കാരണം നമ്മളിനി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒക്കെ +2 പഠിക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെയും ഉണ്ട് നമ്മൾ എലിമെൻറ്റ്സിൻ്റെയൊക്കെ കേസസിൽ കാണുന്നത്. സോ ഇറ്റ് ഇസ് ജസ്റ്റ് റെപ്രസെൻറ്റ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എൻ എലിമെൻറ്റ്. ഇനി ഇപ്പം നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പഠിച്ചു. എന്തിനാണ്? അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഓക്സിഡേഷൻ എന്താ റിഡക്ഷൻ എന്താന്ന് പല മെത്തേഡിൽ പറഞ്ഞു തന്നു അല്ലേ നിങ്ങൾക്ക്. അതായത് ഒരാൾ ലോസ് ചെയ്യുന്നു, ഒരാൾ ഗെയിൻ ചെയ്യുന്നു, അങ്ങനെ ഹൈഡ്രജനെ ലൂസ് ചെയ്യുന്നു, ഓക്സിജൻ, അങ്ങനെ പല കാര്യത്തിലും. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡേഷൻ എങ്ങനെയാണ് റിഡക്ഷൻ എങ്ങനെയെന്ന് നോക്കുക ബൈ ഡിറ്റർമിനിങ് ദിയർ ഓക്സിഡേഷൻ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഒരു റിഡോക്സ് റിയാക്ഷന് അതൊരു ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നോക്കുക.
അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ? If the oxidation number of an element is increased, then that element has undergone oxidation in that reaction. ഭയങ്കര സിമ്പിളാണ്. ഇപ്പം ഓക്സിഡേഷൻ നമ്പർ അറിയുമെങ്കിൽ we can find out which has undergone oxidation and which has undergone reduction. In a chemical reaction, if the oxidation number of an element in a compound is increased, then we can say that that element has undergone oxidation. അപ്പോൾ റിഡക്ഷൻ എന്തായിരിക്കും? the oxidation number കൂടുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the oxidation number is decreased of an element in a chemical reaction, then we can say that it has undergone reduction. അപ്പം ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യണ ആളെ നമ്മൾ എന്താ പറയുക? ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ റിഡക്ഷൻ നടക്കുന്ന എലിമെൻ്റ് ആയിരിക്കും നമ്മുടെ ഓക്സിഡൈസിങ് എലിമെൻറ്റും. ഇനി റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും? റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ നടക്കുന്ന ആളായിരിക്കും നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ്. എന്തായിരിക്കും റിഡക്സ് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻ വിച്ച് ഇസ് അക്കമ്പനീഡ് ബൈ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ എ റിയാക്ഷൻ. ഓക്സിഡേഷനും ഉണ്ടായിരിക്കണം, റിഡക്ഷനും ഉണ്ടായിരിക്കുന്ന ഒരു റിയാക്ഷനെ നമ്മൾ എന്ത് പറയും? റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മൾ ഒരു റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് TiCl4 plus Mg gives MgCl4 plus Ti. Okay, TiCl4 plus Mg gives MgCl4. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ? ക്ലോറിൻ -2, ഇത് -8 ആകുമ്പം Ti +8, Mg0 -2 +8 0. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് റിയാക്റ്റൻറ്റിലെ എലിമെൻറ്റും അത് പ്രോഡക്റ്റിൽ ആ എലിമെൻറ്റിന് എന്ത് സംഭവിച്ചു. ചിലപ്പോൾ റിയാക്റ്റൻറ്റിൽ തന്നെ ചില കേസിൽ ഇവിടെയും ക്ലോറിൻ ഉണ്ടാവും, ഇവിടെയും ക്ലോറിൻ ഉണ്ടാവും. അതല്ല നിങ്ങൾ നോക്കേണ്ടത്. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ക്ലോറിൻ ഇൻ ദ റിയാക്റ്റൻ ആൻഡ് ക്ലോറിൻ ഇൻ ദ പ്രോഡക്റ്റ്. അങ്ങനെയാണ് നോക്കേണ്ടത്. അല്ലാതെ റിയാക്റ്റൻറ്റിൽ എന്ത് സംഭവിച്ചില്ല, റിയാക്ഷൻ കഴിഞ്ഞ് പ്രോഡക്റ്റിൽ ആ എലിമെൻറ്റിന് എന്ത് സംഭവിച്ചു. നമ്മൾ ആദ്യം ടൈറ്റാനിയം നോക്കാം. ടൈറ്റാനിയം ഇസ് ഹാവിങ് എൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +1 ആൻഡ് ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ടു 0. +8 നിന്ന് 0ലേക്ക് മാറി എന്ന് പറഞ്ഞാൽ എന്താ? ദ ഓക്സിഡേഷൻ നമ്പർ ഹാസ് ഡിക്രീസ്ഡ്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ. അപ്പം തന്നെ ബ്രാക്കറ്റിൽ എന്ത് എഴുതി വെച്ചോ? ഇറ്റ് ഈസ് ദി ഓക്സിഡൈസിങ് ഏജൻറ്റ്. മനസ്സിലാവേണ്ടത്, ഇറ്റ്സ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഇനി ക്ലോറിൻ നോക്കാം. ക്ലോറിൻ -2 to -2. അപ്പോൾ ക്ലോറിൻ അല്ല ഇവിടെ. അടുത്തത് മെഗ്നീഷ്യം നോക്കുക. മെഗ്നീഷ്യം 0യിൽ നിന്ന് +8 ആയിട്ടുണ്ട്. 0യിൽ നിന്ന് +8. 0യിൽ നിന്ന് +8 എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഹാസ് ഇൻക്രീസ്ഡ്. സോ ദിസ് ഹാസ് അണ്ടർഗോൺ ഓക്സിഡേഷൻ or this is the reducing agent. So this reaction is an example of redox reaction. Why I say that it's a redox reaction? Because both oxidation and reduction is taking place in the same reaction. Here titanium has undergone reduction because its oxidation number has decreased from +8 to 0, and magnesium has undergone oxidation because its oxidation number is increased from 0 to +8. Clear ആയോ? അപ്പോൾ ഇതാണ് ആ ഓക്സിഡേഷൻ നമ്പർ കൊണ്ടുള്ള ഉപകാരം. നമുക്ക് എന്തൊക്കെ മനസ്സിലായി? റിഡക്ഷൻ എന്താ? ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ ഇവിടുത്തെ? ഓക്സിഡേഷൻ എവിടെ? റിഡ്യൂസിങ് ഏജൻറ്റ് ഏത്? അപ്പം ഇത്രയുമാണ് റിഡോക്സ് റിയാക്ഷൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സിമ്പിൾ കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? Second one, decomposition reaction. Third one, metal displacement reaction. നിങ്ങൾ പഠിച്ച് മടുത്ത സാധനങ്ങൾ, displacement reaction. And the last one is the one only that you have not heard about it, is disproportionation reaction. Reaction. All these are very important. In last
21ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റിയാക്ഷൻ തന്നിട്ട് ജസ്റ്റിഫൈ വെദർ ദിസ് ഇസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആൻഡ് വാട്ട് ഇസ് മെൻ ബൈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. പിന്നെ ഇതിലേതൊരു കോമ്പിനേഷനോ ഏതോ ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ 4 എണ്ണത്തിന് റെഗുലറായിട്ട് പലപ്പോഴും അതിൽ മാത്രമല്ല അതിൻ്റെ മുന്നത്തെ ഇയറിലും ചോദിച്ചിട്ടുണ്ട്. ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒക്കെ കുറിച്ചിട്ട് കേട്ടോ, നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. സിമ്പിൾ ആട്ടോ, പേര് തന്നെ കോമ്പിനേഷൻ റിയാക്ഷൻ. A combination reaction is represented by A plus B gives C plus D. This is a type of redox reaction ആണ്. അപ്പോൾ എന്താണ് combination reactions can be represented by A plus B gives C plus D. ഇനി ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. Either A or B should be in elemental state. എന്തായിരിക്കണം? എലിമെൻ്റൽ സ്റ്റേറ്റിലായിരിക്കണം. ഓർ ഇറ്റ് ക്യാൻ ബി എ ആൻഡ് ബി ക്യാൻ ബി ഓൾസോ ഇൻ എലിമെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ 2 എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഐദർ എ അല്ലെങ്കിൽ ബി എന്തായിരിക്കണം? എലിമെൻ്റൽ സ്റ്റേറ്റിലായിരിക്കണം, അല്ലെങ്കിൽ എയും ബിയും എലിമെൻ്റൽ സ്റ്റേറ്റിലായിരിക്കും. ഓൾമോസ്റ്റ് ഓൾ ദ കമ്പോസിഷൻ റിയാക്ഷൻ, അതായത് നമ്മുടെ കമ്പോസിഷൻ ബേണിംഗ് വിത്ത് ഓക്സിജൻ, അതെന്താണ്? ശരിക്കും അതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. നമുക്കിതിൻ്റെ എക്സാമ്പിളിലേക്ക് പോവാം. C plus O2 gives CO2. C plus O2 gives CO2. ഇത് നമുക്കറിയാം, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ്. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ? നോക്കാം. ഓക്സിജൻ 0, കാർബൺ 0, ഓക്സിജനും 0, ബിക്കോസ് ബോത്ത് ആർ ഇൻ എലിമെൻ്റൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഇതും നമ്മുടെ ഇതിൽ പഠിച്ചിട്ടുണ്ട്, എന്തായാലും നമ്മുടെ റൂൾസിൽ പഠിച്ചിട്ടുണ്ട്. -2 +4. ഇനി ഒന്ന് നോക്കിക്കേ, ആര് ഓക്സിഡൈസ് ചെയ്തു? കാർബൺ 0യിൽ നിന്ന് +4 എന്ന് പറഞ്ഞാൽ the oxidation number has increased from 0 to 4, so it has undergone oxidation and it is the reducing agent. അങ്ങനത്തെ അപ്പം തന്നെ എഴുതിയില്ല. ഇവിടെ 0യിൽ നിന്ന് -2, 0 ആണോ -2 ആണോ? 0 ആണ് അല്ലേ? നമുക്കറിയാം മൈനസ് നമ്പേഴ്സ് ഒക്കെ ചെറുതാണ്. സോ ഇറ്റ് ഹാസ് ഡിക്രീസ് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫ്രം 0 to -2, so it has undergone reduction and it is the oxidizing agent. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള റിയാക്ഷൻ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് Mg+, സിമ്പിളായിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നത് എഴുതിയിട്ടുള്ളൂ. Mg plus N2 gives Mg3n. ഇതും 0, ഇതും 0. നമുക്കറിയാം ഇത് മൈനസ് ഓക്സിജൻ -3 +2. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് -6 ആൻഡ് ഇറ്റ് ഇസ് +6. ഇവിടെ എന്താണ്? ഇവിടെ ആര് ഓക്സിഡൈസ് ചെയ്തു? മെഗ്നീഷ്യം ഹാസ് ഇൻക്രീസ് ഇറ്റ് ഓക്സിഡേഷൻ നമ്പർ 0 to +2 ആൻഡ് നൈട്രജൻ ഹാസ് ഇസ് റെഡ്യൂസ്ഡ് ഫ്രം 0 to -3, സോ ഇറ്റ് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതറിയാം എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇറ്റ്സ് സിംപ്ലി നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. അത് എഴുതി തന്നാൽ മാർക്ക് തരത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇവിടെ എന്തായിരിക്കും? ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻ വിച്ച് ഇൻവോൾവ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് എ കോമ്പൗണ്ട് ഇൻ ടു 2 or more simpler compounds and in which one should be, അതായത് in that one should be in the elemental state. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ ആയിട്ട് സ്മോളർ കോമ്പൗണ്ട്സ് ഉണ്ടാവും. ആ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ഒന്ന് എന്തായിരിക്കണം? എലിമെൻ്റൽ സ്റ്റേറ്റിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ H2O gives 2H2 plus O2. ഓക്കെ, 2H2O plus O2. ഇത് കണ്ടോ? ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായി ഇതിൽ ഇതാ 2 പേരും എലിമെൻ്റൽ സ്റ്റേറ്റിലാണ്. ഇത് -2. ഒരിക്കലും ഓക്സിഡേഷൻ നമ്പർ എഴുതുമ്പോൾ നിങ്ങൾ ഈ കോഎഫിഷ്യൻറ്റിനെ ഒന്നും വിചാരിക്കേണ്ട, അതവിടെ ഫ്രീ ആയിട്ട് നിന്നോട്ടെ. +1 0 0. നമുക്കറിയാം ഹൈഡ്രജൻ ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ +1ൽ നിന്ന് 0ലേക്ക്, സോ ഇറ്റ് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ. ഓക്സിജൻ -2ൽ നിന്ന് 0ലേക്ക്, സോ ഓക്സിഡേഷൻ. എക്സാമ്പിൾ എന്ന് പറയുന്നത് 2NaH gives Na plus H2. ഇവിടെയും നമുക്കറിയാം NaH, ദാറ്റ് ഈസ് -1, ഇറ്റ് ഈസ് +1. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രൈഡ്സ്, ലിഥിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡിലൊക്കെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ആവുന്നുണ്ട്. അപ്പം സോഡിയം +1 to 0 റിഡക്ഷൻ, ഹൈഡ്രജൻ ഓക്സിഡേഷൻ.
അപ്പോൾ കേണ്ട ഒരു കാര്യം, എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷൻ ആണ്. നോ, അത് അങ്ങനെയില്ല. Decomposition reaction, redox reaction, but all decomposition reactions are not redox reaction. CaCO3 gives CaO plus CO2. ഇത് നിങ്ങൾ പഠിച്ച decomposition reaction of calcium carbonate. ഇത് -2, ഇത് +2, ഇത് 6, ഇത് 4, ഇത് -2, ഇത് +2, ഇത് -2, ഇത് +4. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, കാൽഷ്യം +2ൽ നിന്ന് +2. കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മാറിയിട്ടുണ്ടോ? ഇല്ല. കാർബൺ +4ൽ നിന്ന് +4. ഓക്സിജൻ എന്ന് പറയുന്നത് -2ൽ നിന്ന് -2. സോ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്? നോ, ഇറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ, ബിക്കോസ് അവിടെ ഓക്സിഡേഷൻ നമ്പറിലും റിഡക്ഷൻ നമ്പറിലും ചേഞ്ച് ഒന്നുമില്ല. എപ്പോഴാണ് നടക്കുക? അവിടെ ഓക്സിഡേഷൻ ഓർ റിഡക്ഷനിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വി കോൾ ഇറ്റ് ആസ് റിഡോക്സ് റിയാക്ഷൻ. സോ ഓൾ ഡികമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് അല്ല. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്രയോ കാലം സിങ്ക് വെൻഡിപ്റ്റിൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, അത് തന്നെയാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതിൽ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണ്? Displacement reactions are those reactions when one of the element from a compound, one of the ion or an atom from a compound is replaced by another atom or a ion. അതായത് one of the element or ion or atom in a compound is replaced by another element, that is an atom or an ion. Such reactions are called as displacement reaction. ഒരാളെ മാറ്റിയിട്ട് ഒരാൾ വരും. ഇതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം മെറ്റലിനെ തന്നെ ഡിസ്പ്ലേസ് ചെയ്യുന്നതും ഒരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതുമായ രണ്ട് ടൈപ്പായിട്ട് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് മീൻഡ് ബൈ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്? മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ മെറ്റൽ by another metal which should be in the elemental state. അത് combined സ്റ്റേറ്റിലാവരുത്, അത് ഫ്രീ സ്റ്റേറ്റിലായിരിക്കണം. ആൻഡ് ഇറ്റ് ഡിസ്പ്ലേസസ് ദി മെറ്റൽ ഫ്രം ദിസ് സൊല്യൂഷൻ, അതായത് സൊല്യൂഷൻ അതിൻ്റെ കോമ്പൗണ്ട്. So what is meant by metal displacement reaction? In metal displacement reaction, one metal displaces the other metal from a compound in which the displacing metal should be in the elemental state. ഏറ്റവും സിമ്പിൾ, copper sulfate plus zinc give zinc sulfate plus copper. കണ്ടോ, കോപ്പർ എന്നൊരു കോമ്പൗണ്ടിൽ നിന്ന് സിങ്ക് എലിമെൻ്റൽ സ്റ്റേറ്റിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുകയാണ്? ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഇതിനെയാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇനിയുണ്ട് സിൽവർ നൈട്രേറ്റ് പ്ലസ് കോപ്പർ ഗിവ്സ് CuNO3 plus Ag. അപ്പം ഇതും ശരിക്കും ഹൗ ദ മെറ്റൽ ഡിസ്പ്ലേസസ് അനദർ മെറ്റൽ, ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ ദിയർ റിയാക്ടിവിറ്റി ആണ്. ദ മെറ്റൽസ് വിച്ച് ആർ മോർ റിയാക്റ്റീവ് ക്യാൻ ഡിസ്പ്ലേസ് ദി മെറ്റൽസ് വിച്ച് ആർ ലെസ് റിയാക്റ്റീവ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സീരീസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നുള്ളത്. ആ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ എലിമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ റിയാക്ടിവിറ്റി. അതായത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെൻറ്റ്സ്, ഏറ്റവും റിയാക്റ്റീവ്നെസ് കുറഞ്ഞിട്ടുള്ള എലിമെൻറ്റ്സിനെ അവരുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഇതാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇനി പറയാനുള്ളത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? മെറ്റൽ ഡിസ്പ്ലേസസ് എ നോൺ മെറ്റൽ ഫ്രം എ കോമ്പൗണ്ട്. ഒരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യും. യൂഷ്വലി ഹൈഡ്രജൻ ഇസ് ഡിസ്പ്ലേസ്. ഹൈഡ്രജൻ ഒരു നോൺ മെറ്റലാണ്. ഹൈഡ്രജൻ ഇസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ഇൻ സം കേസസ് ഓക്സിജൻ ഇസ് ഓൾസോ ഡിസ്പ്ലേസ്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ആൽക്കലി മെറ്റൽ ഏതൊക്കെ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ദീസ് എലിമെൻറ്റ്സ് വെൻ റിയാക്റ്റഡ് വിത്ത് വാട്ടർ displaces hydrogen from the solution. അവരെന്ത് ചെയ്യും? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ നോൺ മെറ്റൽ ബൈ എ മെറ്റൽ. അതായത് ഒരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഇതേപോലെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനെ വാട്ടറിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആൽക്കലൈൻ മെറ്റലിലെ കാൽഷ്യം ബേരിയം ഒക്കെ കാൽഷ്യം പ്ലസ് വാട്ടർ ഗിവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH twice പ്ലസ് H2. കണ്ടോ,
ഇതും എന്താണ്, ദിസ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ മെറ്റൽ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഇതും എന്താണ്, നമ്മുടെ കാൽഷ്യം വാട്ടറിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഹൈഡ്രോജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ റിയാക്റ്റീവ് ആയിട്ടുള്ള ലെസ് റിയാക്റ്റീവ്, ഇത് കുറച്ച് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ, ലെസ് റിയാക്റ്റീവായ മെറ്റൽസ് സ്റ്റീമിൽ നിന്നാണ് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുക. അപ്പോൾ അയൺ റിയാക്റ്റീവ് ആയിട്ടുള്ള മെഗ്നീഷ്യം, അയേൺ പോലത്തെ എലിമെൻറ്റ്സ് വാട്ടർ സ്റ്റീമുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. സ്പെഷ്യലി പറയണം, ബിക്കോസ് ദേ ആർ ലെസ് റിയാക്റ്റീവ്. മോർ റിയാക്റ്റീവ് ആയത് വാട്ടറിൽ നിന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെഗ്നീഷ്യം ഒക്കെ സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2 2H2 ഓക്കെ. പിന്നെ അയേണും ഇതേപോലെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. നമുക്കറിയാം സോഡിയം പ്ലസ്, അതായത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡോ H2SO4 ഒക്കെ ആണെങ്കിൽ NaCl പ്ലസ് H2 2NaCl പ്ലസ് H2. അപ്പം റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഡൈല്യൂട്ട് ആസിഡ്സിൽ നിന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. സോ ഒക്കെ എന്താണ് എക്സാമ്പിൾ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ മെറ്റൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ നോൺ മെറ്റൽ ബൈ എ മെറ്റൽ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഞാൻ പറഞ്ഞു ഓക്സിജനെ റീപ്ലേസ് ചെയ്യാറുണ്ട് ചില കേസിൽ. നമ്മുടെ ഫ്ലൂറിൻ is one of the element which displaces oxygen from water. ഫ്ലൂറിൻ എന്ത് ചെയ്യും, ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫ്ലൂറിന് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യും. HF പ്ലസ് ഓക്സിജൻ 2,4. അപ്പം ഈ ഫ്ലൂറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഫ്ലൂറിൻ ഡിസ്പ്ലേസസ് ഓക്സിജൻ ഫ്രം വാട്ടർ. ഫ്ലൂറിൻ ക്യാൻ ഡിസ്പ്ലേസ് ഓക്സിജൻ ഫ്രം വാട്ടർ എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം എലിമെൻറ്റ്സ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ. ഈ ഫ്ലൂറിന് ക്ലോറിനെയും ബ്രോമിനെയും അയഡിനെയും ഡിസ്പ്ലേസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഫ്ലൂറിൻ ക്യാൻ ഡിസ്പ്ലേസ് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ ഫ്രം ഇറ്റ് സൊല്യൂഷൻ. അവരുടെ സൊല്യൂഷൻ നിന്ന് അവരെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള പവർ ഫ്ലൂറിന് ഉണ്ട്. പിന്നെ അവിടെ ഒരു കാര്യം എന്താണ്, അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഫ്ലൂറിൻ ബൈ ക്ലോറിൻ, ബ്രോമിൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ക്ലോറിൻ, ബ്രോമിൻ ഓർ അയഡിൻ വിത്ത് ഫ്ലൂറിൻ വിൽ നോട്ട് ബി കണ്ടക്റ്റഡ് ഇൻ എൻ എക്വസ് സൊല്യൂഷൻ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് എക്വസ് സൊല്യൂഷനിൽ വെച്ചിട്ട് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഓഫ് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ഓർ അയഡിൻ വിത്ത് ഫ്ലൂറിൻ ക്യാരി ഔട്ട് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഫ്ലൂറിൻ എന്ത് ചെയ്യും, വാട്ടറിലെ ഓക്സിജനെ ഡിസ്പ്ലേസ് ചെയ്യും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ദിസ് റിയാക്ഷൻ വിൽ നോട്ട് ബി ക്യാരിഡ് ഔട്ട് ഇൻ എക്വസ് സൊല്യൂഷൻ. പക്ഷേ ക്ലോറിൻ ക്യാൻ ഡിസ്പ്ലേസ് ബ്രോമിൻ ആൻഡ് അയഡിൻ ഇൻ എക്വസ് സൊല്യൂഷൻ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്വസ് സൊല്യൂഷനിൽ വെച്ച് റിയാക്ട് ചെയ്ത് ദി ക്യാൻ ഡിസ്പ്ലേസ് ബ്രോമിൻ ആൻഡ് അയഡിൻ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റും മെറ്റൽ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇന്നേ വരെ പഠിക്കാത്തതാണ്. ഐ തിങ്ക് CBSE സ്റ്റുഡൻസ് ഹാവ് ലേൺഡ് ഇൻ grade 10, I think so. That is disproportionation reaction. What is this? Disproportionation reaction. എന്താണ് disproportionation reaction? Disproportionation reactions are those reactions in which an element will undergo both oxidation and reduction in the same reaction. അതായത് ഒരു എലിമെൻറ്റ് ഓക്സിഡേഷനും നടക്കും റിഡക്ഷനും നടക്കും എവിടെ, ആ സെയിം റിയാക്ഷനിൽ. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, disproportionation reaction. So what is meant by disproportionation reaction? Disproportionation reactions are special types of reactions in which both the element in one oxidation state is simultaneously oxidized and reduced. The element in one oxidization state is simultaneously oxidizing ചെയ്യുന്നുണ്ട്, reduce ചെയ്യുന്നുണ്ട്. അപ്പം ഈ എലിമെൻറ്റ് യൂഷ്വലി ആ ഒരു റിയാക്ഷനിൽ ഇറ്റ് ക്യാൻ ഷോ 2 or 3 ഇങ്ങനെയുള്ള 2 അധികം 3 ഒക്കെ ആയിട്ടുള്ള വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റിയ ഒരു എലിമെൻ്റ് ആയിരിക്കും ഇങ്ങനെ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാം, 2H2O2 ഇതെന്താ സാധനം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസസ് ടു പ്രൊഡ്യൂസ് H2O plus O2. വെദർ ദിസ് ഇസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നമ്മൾ നോക്കാം. നമുക്കറിയാം ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ +1 ആണ്. അപ്പം ഇത് +2 ആയി കഴിഞ്ഞത് -2 ആണെങ്കിൽ ഇവിടെ -1 വരണം. -2 + 1 ഇത് 0. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ +1 ഓക്സിജൻ -1 നിന്ന് -2 പോയിട്ടുണ്ട്, -1 നിന്ന് 0 പോയിട്ടുണ്ട്.
-1 to 0 എന്ന് പറഞ്ഞ ഓക്സിഡേഷൻ നമ്പർ ഹാസ് ഇൻക്രീസ്ഡ് അല്ലേ, -1നെക്കാട്ടും വലുതാണ് 0. സോ ഹിയർ ദ ഓക്സിഡേഷൻ ഓഫ് ഓക്സിജൻ ടേക്ക് പ്ലേസ്. -1ൽ നിന്ന് -2ലേക്ക് പോകാറുണ്ട്, ഇറ്റ് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ. So disproportionation reactions are those reactions in which an element simultaneously both undergo oxidation and reduction in the same chemical reaction. So this is an example for oxidation reaction. Phosphorus, sulfur, chlorine also undergo this type of reactions. And അപ്പം ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ, ഹൗ ടു റെപ്രസെൻറ്റ് ദി ഓക്സിഡേഷൻ നമ്പറുമാണ്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് പഠിക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് കോമ്പിനേഷൻ റിയാക്ഷൻ, ഓർ പിന്നെ എക്സ്പ്ലെയിൻ ജസ്റ്റിഫൈ വെദർ ദിസ് റിയാക്ഷൻ ഇസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇതൊക്കെ എന്തറിയണം, ഓക്സിഡേഷൻ നമ്പർ ഏതാണ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് പഠിച്ചേക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാണുമ്പോൾ സിമ്പിളാണ്, സിമ്പിൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം കേട്ടോ. ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ. മനസ്സിലാവാത്ത കാര്യം കമൻസ് ഇട്ടോക്കെ. താങ്ക് യു.